ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ICSEയുടെ 8ാം ക്ലാസ്സിലെ പരീക്ഷ നാളെ നടക്കുകയുള്ള മാത്സ് എക്സാം. അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷനാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6,000 ഏൺസ് ₹720 ആസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻ 3 years. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 6,000 രൂപ, അതാണ് അവിടെ പി എന്ന് പറയുന്നത്. അത് 3 വർഷം കൊണ്ട് 720 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടുന്നു. അതിന് അങ്ങനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും. വളരെ സിമ്പിളാണ്. നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ SI = സിമ്പിൾ ഇൻട്രസ്റ്റ് P × R × T/100. ഇവിടെ P എന്ന് പറയുന്നത് 6,000 ആണ്. R എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. T എന്ന് പറയുന്നത് ടൈം 3 years ആണ്. നമുക്ക് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് 720 ആണ്. അപ്പോൾ നമുക്ക് R = ഇപ്പോൾ SI = PRT/100 R = SI × 100/P × T എന്ന് കിട്ടും. അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R = 720 × 100/6000 × 3 കിട്ടും. കാരണം P 6,000 ആണ്. നമുക്കിതിൽ വെട്ടിച്ചെറുതാക്കാൻ അറിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ 720 × 100 72,000/6000 × 3 18,000. വെട്ടിച്ചെറുതാക്കി ചെയ്യുകയാണെങ്കിൽ താഴെ 3 പൂജ്യമുണ്ട്, മുകളിൽ 100-ൽ 2 പൂജ്യം, 720-ക്ക് 1 പൂജ്യമുണ്ട്. അപ്പോൾ നമ്മൾ വെട്ടിച്ചെറുതാക്കുമ്പോൾ 720/18 കിട്ടും. അത് ആൻസർ 4 ആണ്. ഉത്തരം 4%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ വാട്ട് ടൈം വിൽ ഇൻട്രസ്റ്റ് ഓൺ സർട്ടൈൻ സം ഓഫ് മണി അറ്റ് 5% ബി 2/5 itself? ചോദ്യം ഞാൻ ഒന്ന് വായിക്കുന്നു കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻ വാട്ട് ടൈം, എത്ര സമയം കൊണ്ടാണ് വിൽ ദ ഇൻട്രസ്റ്റ് ഓൺ സർട്ടൈൻ സം ഓഫ് മണി, ഒരു സർട്ടൈൻ സം ഓഫ് മണി, അത് എത്രയും നമുക്കറിയില്ല. ആ സർട്ടൈൻ സമ്മിൻ്റെ മണി ആ സർട്ടൈൻ സം ഓഫ് മണി, അതാണ് പി എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് അവിടെ 5% ആണ്. അത് കുറച്ച് സമയം കൊണ്ട് എത്രയാണ് എമൗണ്ട് അതിൻ്റെ 2/5 ആയിട്ട് മാറും എന്ന് പറഞ്ഞാൽ, എക്സാമ്പിൾ ഇപ്പോൾ ഒരു 100 ആണെങ്കിൽ 100-ൻ്റെ 2/5 ആയിട്ട് മാറും. 100-ൻ്റെ 2/5 200/5 40 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2/5 × P ആണ്. ഓക്കെ, ഇനിയപ്പോൾ അത് SI എന്ന് പറയുന്നത് PRT/100 നമുക്കറിയാം. ഇവിടെ SI 2/5 × P ആണ്. R എന്ന് പറയുന്നത് 5% ആണ്. T എന്ന് പറയുന്നത് ടൈമാണ്. ആ ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് P എന്ന് പറയുന്നത് നമുക്കറിയില്ല. SI 2/5 P ആണ്. അപ്പോൾ 2/5 P = P × 5 × T/100. ഈ പിയും പി ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2/5 = 5 T/100 എന്ന് കിട്ടും. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 100 = 5 × 5T എന്ന് കിട്ടും. അപ്പോൾ 200 = 25T എന്ന് കിട്ടും. T = 200/25. 200/25 8 ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. ഡിവൈഡ് ₹36,000 into 2 equal into parts such that the interest on one part for 4 years at 12% per annum is equal to the interest on other part of 6 years at 8%. അപ്പോൾ ചോദ്യം കണ്ടാൽ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നുന്നതിന് വളരെ സിമ്പിളാണ്. നമ്മളൊന്ന് ക്വസ്റ്റ്യൻ കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അതായത് 36,000-നെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു പാർട്ടിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12% ആണ് 4 വർഷത്തേക്ക്. ഓക്കെ, ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആ 36,000 അതർ പാർട്ടിനോട് ഈക്വലാണ്. അതർ പാർട്ട് എന്ന് പറയുന്നത് അതർ പാർട്ട് ഓഫ് പി, ആ എമൗണ്ട് എന്ന് പറയുന്നത് 6 yearsന് ആണ് ഇട്ടിരിക്കുന്നത്. 8% ഇൻട്രസ്റ്റ് ആണ് 1 വർഷത്തേക്ക്. അപ്പോൾ നമുക്ക് ഞാൻ ഒന്നും കൂടി ക്വസ്റ്റ്യൻ പറയാം. 36,000 ആണ് മൊത്തം എമൗണ്ട്. അതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അതിലൊരു പാർട്ട് നമ്മൾ 12% ഇൻട്രസ്റ്റിൽ 4 yearsലേക്കും മറ്റു പാർട്ട് 8% ഇൻട്രസ്റ്റിൽ 6 yearsലേക്കും വെക്കുന്നു. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇൻട്രസ്റ്റ് ഈക്വലാണ്. അപ്പോൾ നമുക്ക് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 2 പാർട്സ് കണ്ടുപിടിക്കണം. അപ്പോൾ പീനെ 2 പാർട്ടാക്കിയിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പിയുടെ പാർട്സ് എന്ന് പറയുന്നത് നമുക്ക് എക്സും 36,000 - എക്സും ആയിട്ട് എടുക്കാം. കാരണം നമുക്കറിയില്ല അത് എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടേക്കണേന്ന്. അപ്പോൾ ആദ്യത്തെ എക്സ് ആയിട്ട് എടുത്തു, ആദ്യത്തെ എമൗണ്ട്, പിന്നത്തെ എമൗണ്ട്. അപ്പോൾ 36,000 - എക്സ് വന്നു. അപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് അതിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ SI = PRT/100 ആണ്. അപ്പോൾ നമുക്കറിയാം X × 12 × 4/100. അപ്പോൾ നമുക്ക് 48x/100 എന്ന് കിട്ടും. കാരണം അവിടെ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. P X ആയിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. SI2 എന്ന് പറയുന്നത് അവിടെ P എന്ന് പറയുന്നത് 36,000 - X ആണ്. ഇൻറ്റു അവിടെ ഇൻട്രസ്റ്റ്
8% ആണ് 6 വർഷത്തേക്ക് 8 × 6/100. അപ്പോൾ നമുക്ക് 48 × 36,000 - x/100 എന്ന് കിട്ടുന്നു. ഈ രണ്ട് ഇൻട്രസ്റ്റും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് SI1 SI2 ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 48x/100 = 48 × 36,000 - x/100 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 48/100 രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ x = 36,000 - x എന്ന് കിട്ടും. അപ്പോൾ -x ഇപ്പുറത്തേക്ക് വരുമ്പോൾ 2x ആവും. 2x = 36,000 എന്ന് കിട്ടും. x = 18,000 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് പാർട്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ രണ്ട് പാർട്സ് P ആയിട്ട് എടുക്കുന്നത് 18,000 ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യനാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങളുടെ സൊല്യൂഷൻ വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. നമുക്ക് മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.